ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നു. ബൈനാൻസ് അടക്കമുള്ള എല്ലാ എക്സ്ചേഞ്ചും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് നമുക്ക് ഒരുപാട് മെസ്സേജസ് ആളുകൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് നോക്കാം. ഒന്ന്, ഇന്ത്യയിലെ റെഗുലേഷൻസ് ക്രിപ്റ്റോ കറൻസിയിൽ വരിക എന്ന് പറയുന്നത് ഇതിപ്പോ ഈ ഒരു അടുത്ത് സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമല്ല. നമുക്ക് നോക്കുവാണെങ്കിൽ ഒഫീഷ്യലി 2023 മാർച്ചിൽ PML ആക്ടിന്റെ അണ്ടറിലേക്ക് ഈ പറഞ്ഞ ക്രിപ്റ്റോനെ കൊണ്ടുവന്നിട്ടുണ്ട് ഗവൺമെന്റ്. അത് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ റെഗുലേഷൻസ് എന്ന് പറയുന്നത് നോർമലാണ്. കാരണം ഇന്ത്യയിൽ പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേഷനിലെ ഭാഗമായി ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇത് ബാൻ ചെയ്യുകയല്ല ചെയ്തേക്കുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേഷനോട് കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് നോക്കിയേക്കുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് അതിന് ടാക്സ് ഏർപ്പെടുത്തിയതും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സ്റ്റിൽ കഴിയുന്നതും, അല്ലാതെ ബാൻ അല്ല. ഇനി കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റ്സിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അയച്ചു തന്നേക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഹ്യൂജ് അപ്ഡേറ്റ്, ഷോക്കേസ് നോട്ടീസ് സെർവ്ഡ്, PML ആക്ട് പ്രകാരം ഈ പറഞ്ഞ ബൈനാൻസ്, കുക്കോയിൻ, ഹൗബി, ക്രാക്കൻ, Gate.io, ബിട്രെക്സ്, അങ്ങനെ തുടങ്ങിയ ഒത്തിരി എക്സ്ചേഞ്ചുകളുടെ URL ബ്ലോക്ക് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് മെസ്സേജസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർവേഡ് മെസ്സേജ് ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യയുടെ FIUIND ഒരു ഷോക്കേസ് കേസ് ഇതിനെതിരെ വന്നിട്ടുണ്ടെന്നുള്ളതും അവര് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ഈ പറഞ്ഞ എക്സ്ചേഞ്ചുകളുടെ URL ബ്ലോക്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു മെസ്സേജസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. PML ആക്ടിന്റെ അണ്ടറിൽ ക്രിപ്റ്റോ കറൻസി ആക്കിയതിനു ശേഷം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എക്സ്ചേഞ്ചുകളൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്ന രീതിയിലേക്ക് എക്സ്ചേഞ്ചസിൽ അപ്ഡേറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക എക്സ്ചേഞ്ചുകൾ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്ത എക്സ്ചേഞ്ചുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വിട്ടേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ വലുതായിട്ട് പാനിക് ആവാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാനിക് ആവാനൊന്നുമില്ല. ഈ പറഞ്ഞ നോട്ടീസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ എക്സ്ചേഞ്ചസ് ഇന്ത്യയിൽ ഗവൺമെന്റ് പറയുന്ന ചേഞ്ചസ് മാറ്റി ഓപ്പറേഷൻസ് ഇന്ത്യയിൽ തുടർന്ന് പോകാം. അത് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ URL ഒരു ഷാഡോ ബാൻ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ. അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ PML ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാതെയും അതിൽ ഗവൺമെന്റ് പറയുന്ന റെഗുലേഷൻസുമായിട്ട് ഒത്തുപോകാൻ തയ്യാറാകാത്തതുമായിട്ടുള്ള എക്സ്ചേഞ്ചുകൾ തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പൊ ഇങ്ങനെ ഒരു ന്യൂസ് വന്ന സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈനാൻസ് എക്സ്ചേഞ്ചിൽ നിങ്ങളുടെ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിപ്പോ നമ്മളിപ്പോ എന്നും ഒരു എക്സ്ചേഞ്ച് അവൈലബിൾ ആയിരിക്കും എന്ന് കരുതി നമുക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വലിയ ഹോൾഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാർഡ്വെയർ വാലറ്റുകൾ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടേ നമ്മൾ എക്സ്ചേഞ്ചിന് കാണാൻ പാടുള്ളൂ. അപ്പോൾ ബൈനാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്താണോ എക്സ്ചേഞ്ച് അവൈലബിൾ ആയിട്ടുള്ളത് അതിലേക്ക് ഷിഫ്റ്റ് ആകുക എന്നുള്ളത് മാത്രമാണ്. ബൈനാൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് മാറ്റാം. ഇപ്പോൾ വെസറെക്സ് ഇന്ത്യയിലുണ്ട്, വെസറെക്സ് എക്സ്ചേഞ്ചിലേക്ക് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടനവധി ഈ ലിസ്റ്റിൽ പെടാത്ത ഒട്ടനവധി എക്സ്ചേഞ്ചുകളുണ്ട്, അതിലേക്ക് നമുക്ക് ഫണ്ട് മാറ്റാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്നും വേറൊരു രാജ്യത്തേക്ക് പോകുന്നു, അവിടെ ഇപ്പോൾ ബൈനാൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കില്ല. അവിടെ എന്ത് എക്സ്ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രേഡ് എടുക്കും. അതേപോലെ തന്നെയുള്ളൂ ഇവിടെയും. ഈ പറഞ്ഞ എക്സ്ചേഞ്ചസുകൾ ഇനി ബ്ലോക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ VPN ത്രൂ അത് ആക്സസ് ചെയ്യാൻ പറ്റും. ആ URL ബ്ലോക്ക് ആണ് വരുന്നത്, അതാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ക്രിപ്റ്റോ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുന്ന കാര്യമല്ല അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് SEBI എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. സോ ഗവൺമെന്റ് അതുകൊണ്ടാണ് അതിലൊരു റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ETF, ഇനിയിപ്പോ കൂടുതൽ ആളുകളും ട്രേഡിംഗിലേക്ക് വരുമ്പോൾ ETF എന്നുള്ള സെക്ഷനിലേക്ക് മാറും. ബിറ്റ്കോയിൻ ETF വരുന്നതോടുകൂടി ETF എന്നുള്ള കൺസെപ്റ്റിലേക്കൊക്കെ കൂടുതൽ ആളുകൾ മാറും. അപ്പൊ ഇതിൽ ഒത്തിരി പാനിക് ആവേണ്ടതായിട്ടില്ല. അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു, അത് റിലേറ്റഡ് അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് റെസ്പോൺസ് വരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ URL ബാൻ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു എക്സ്ചേഞ്ചിൽ നമ്മൾ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് അത് മാറ്റുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ലോങ് ടൈമിലേക്കുള്ള നിങ്ങളുടെ ഹോൾഡിങ്സ് ഒക്കെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഹാർഡ്വെയർ വാലറ്റുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.